വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ കെ രാജൻ, റോഷി അഗസ്റ്റിൻ, പി രാജീവ്, റോഷി അഗസ്റ്റിനെ ഞാൻ പറഞ്ഞോ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ കെ രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി പി രാജീവ്, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മില്ലുടമകളുമായി ഒരു ചർച്ച നടന്നിരുന്നു. നെല്ല് സംസ്കരണ മില്ലുടമകൾക്ക് 2022-23 സംഭരണ വർഷം ഔട്ടേൺ റേഷ്യോയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള നഷ്ടപരിഹാര തുക 63,37,00,000 രൂപ. അത് അനുവദിക്കുന്ന കാര്യം തത്വത്തിൽ അംഗീകരിച്ചു. തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാമെന്ന് സമ്മതിച്ചു. കേന്ദ്രം നിശ്ചയിച്ച 68% എന്ന ഔട്ടേൺ റേഷ്യോയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ റേഷ്യോ ലഭിക്കുന്നില്ല എന്നത് മൊത്തത്തിൽ പരാതിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതിൽ മാറ്റം വേണം എന്നതാണ് പൊതുവെ കാണുന്നത്. സംസ്ഥാന സർക്കാരിനും ആ അഭിപ്രായം തന്നെയാണുള്ളത്. അതിന്റെ ഭാഗമായി ഈ 68% എന്ന ഔട്ടേൺ റേഷ്യോ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയുന്നതല്ല, കേന്ദ്രമാണ് ചെയ്യേണ്ടത്. അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മില്ലുടമകൾക്കുണ്ടാകുന്ന നെല്ല് സംഭരിക്കുമ്പോൾ, അത് അരിയാക്കുമ്പോൾ മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം അത് നികത്തുന്നതിനാവശ്യമായ ധനസഹായം നൽകുന്നതിന് സർക്കാർ തയ്യാറായാൽ അതിൽ ഇടപെടില്ല എന്ന നിലപാട് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്നെത്തിച്ചേർന്ന ചില ധാരണ അങ്ങനെയൊരു നഷ്ടം സംഭവിക്കുന്നത് കണക്കാക്കി ആ നഷ്ടം നികത്തിക്കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അത് സപ്ലൈകോയും മില്ലുടമകളും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു നിലപാടിലേക്ക് എത്തും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലഭിക്കുന്നില്ല എന്ന പരാതി അവർക്കുണ്ടായിരുന്നു. ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിച്ച് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് തീരുമാനമായി എന്നാണ് അറിയുന്നത്. അത് ലഭിക്കുന്ന മുറക്ക് അത് മുഴുവനായി മില്ലുടമകൾക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ചെലവിലേക്ക് നൽകുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം, പൊതുവെയുള്ളൊരു കാര്യമാണ്, കേരളത്തിന് പൊതുവിൽ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്ന സർക്കാരിന് ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയിലാണ് 2021 തുടർ ഭരണമുണ്ടായത്. 5 വർഷം നടപ്പാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരാനുള്ള ജനവിധിയാണ് 2021 ലഭിച്ചത്. ഇപ്പോൾ 2016 മുതൽ ഇതുവരെയുള്ള 10 വർഷക്കാലത്തോളമുള്ള
ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഓരോ വർഷവും നടപ്പാക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും സുതാര്യവും മാതൃകാപരവുമായ ഭരണ സമീപനമാണ് എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. 2021 സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അംഗീകരിച്ചത്. നേരത്തെ പറഞ്ഞു, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കായി. ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ്. ഇത് നമ്മൾ കാണേണ്ടത് രാജ്യത്തെ ഏക സംസ്ഥാനം എന്നുള്ളത് മാത്രമല്ല, ലോകത്ത് തന്നെ അപൂർവം പ്രദേശങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അതിദാരിദ്ര്യമുക്തമായതുള്ളൂ. അപ്പോൾ ആ പട്ടികയിലേക്ക് നമ്മുടെ സംസ്ഥാനം ഉയരുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവരുടെ കൈപിടിച്ചുയർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നാം നേടുന്നത്. ഇത് ലോകമാകെ അംഗീകരിക്കുന്ന കേരള മാതൃകയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്ന നേട്ടമാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഉപരോധം തീർത്ത് ഞെരിക്കാൻ ശ്രമിക്കുമ്പോഴും സംഘടിതമായ ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷ ശക്തികൾ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വികസന മാതൃക കേവലം സാമ്പത്തിക കണക്കുകളുടേതല്ല, അത് മാനവികതയിൽ അധിഷ്ഠിതമാണ്. സർക്കാരിന് മുന്നിൽ